നമസ്തേ. തനിക്ക് നേരെ നടന്ന അധർമ്മത്തിനെതിരെ ഹൈന്ദവർ രാജ്യമൊട്ടാകെ മുഴക്കിയ യുദ്ധകാഹളത്തിന്റെ ശംഖനാദമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. കാമഖ്യ മുതൽ നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. കാലേശ്വരിയുടെ കണക്കു തീർക്കൽ കാണുവാൻ. ആസാമിലെ പട്ടികജാതി പട്ടികവർഗം ഉൾപ്പെടെ മണ്ണിന്റെ മക്കളെ ഇല്ലാതാക്കുന്ന ന്യൂനപക്ഷത്തിന്റെ ക്രൂരതയ്ക്കും ബംഗ്ലാദേശികളുടെ അധിനിവേശത്തിനുമെതിരെ ആസാമി ജനതയെ നെഞ്ചോട് ചേർത്ത കാമഖ്യയുടെ പുത്രൻ ഹിമന്ത ശർമ്മയെ ആസാമിലെ ഹൈന്ദവ ജനത നെഞ്ചിലേറ്റിയത് നമ്മൾ കണ്ടു. നവരാത്രിക്കാലത്തെ കാളി നിമജ്ജനത്തിനെതിരെ നിന്നവളെ, കുംഭമേളയെ മൃത്യുർക്കുംഭെന്ന് അധിക്ഷേപിച്ചവളെ, ഈ വൃത്തികെട്ട മതത്തെ ഞാൻ അനുകൂലിക്കുന്നില്ല എന്ന് ആക്രോശിച്ചവളെ, സംഘത്തിന്റെ സ്കൂളുകൾ അടപ്പിച്ചവളെ, ഹിന്ദുവിനെതിരെ നിലകൊണ്ടവളെ, ഹിന്ദു പെൺകുട്ടികൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ മൗനം പാലിച്ച മറുതയെ ഹൈന്ദവ ജനത തുരത്തി ഓടിച്ചത് കാലിക്കട്ടിലെ ആ അമ്മ തമ്പുരാട്ടിയുടെ അനുഗ്രഹത്തോടെ അല്ലാതെ എന്ത്? സ്വന്തം മണ്ഡലം പോലുമില്ലാതെ മമത എന്ന മറുതയെയും അവരുടെ മുക്കാലിപ്പടയെയും ഇല്ലാതാക്കിയത് ഹൈന്ദവന്റെ പ്രതികാരമല്ലാതെ മറ്റെന്ത്? മലേറിയയും ഡെങ്കുവും പോലെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടതാണ് സനാതന ധർമ്മം എന്ന് പറഞ്ഞവനെയും അവന്റെ പിതാവിനെയും തമിഴ്നാട്ടിൽ ഹൈന്ദവർ തൂത്തെറിഞ്ഞു. മാരിയമ്മൻ വസൂരി, ചിക്കൻ ബോക്സ് തുടങ്ങിയ മഹാമാരി അകറ്റുന്ന പോലെ അടിച്ചുതളിച്ച് ശുദ്ധീകരിച്ചതായിരുന്നു. ഹൈന്ദവൻ ശബരിമലയിലെ കൊള്ളയ്ക്കും അയ്യപ്പനെ അവഹേളിച്ചതിനുമാണ് ഇടതുപക്ഷത്തെ തൂത്ത് അറബിക്കടലിൽ എറിഞ്ഞത്. വാളെടുത്ത് ഉറഞ്ഞു തുള്ളി സംഹാര താണ്ഡവമാടുന്ന കാളിയെ പോലെയായിരുന്നു ഓരോ സിറ്റിംഗ് MLA-മാരെയും തോൽപ്പിച്ച് മൂലക്കിരുത്തിയത്. ഹൈന്ദവൻ പ്രതികരിക്കാൻ പഠിച്ചു. സംഘടിത വോട്ട് ബാങ്ക് ആവണമെന്ന കാലഘട്ടത്തിന്റെ ആവശ്യം അവൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഹൈന്ദവ വോട്ട് നേടി ജയിച്ചവർക്കും ഇതൊരു വലിയ പാഠമാണ്. ഞങ്ങൾക്കായി നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കൊപ്പം, ഇല്ലെങ്കിൽ നിങ്ങളുടെ അന്തകനായി എന്ന് ചിന്തിച്ചു തുടങ്ങിയെടുത്ത് ഹൈന്ദവന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്.